നമസ്കാരം. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായ പരിണാമങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ തന്ത്രപരമായ പങ്കാളിത്തങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. 1950 ഇന്ത്യ ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നുവെങ്കിലും 1992 ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. ശീതയുദ്ധകാലത്തെ ചേരിചേരാ നയവും പലസ്തീൻ വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാടുകളും തുടക്കത്തിൽ ഈ ബന്ധത്തിന് ചില പരിമിതികൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി, പ്രത്യേകിച്ച് 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ബന്ധം വൻതോതിലുള്ള ഊഷ്മളത കൈവരിച്ചു. 2017 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. പ്രതിരോധ മേഖലയാണ് ഈ ബന്ധത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ അടിത്തറ. ആഗോളതലത്തിൽ പ്രതിരോധ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഇസ്രയേലിൽ നിന്ന് ഏകദേശം $8.6 ബില്യൺ മുതൽ $8.7 ബില്യൺ വരെ മൂല്യമുള്ള അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാനുള്ള ബൃഹത്തായ കരാറിന് ഇന്ത്യൻ സർക്കാർ പച്ചക്കൊടി കാട്ടിയതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ചരിത്രപരമായ ഇടപാടിലൂടെ ഫ്രാൻസിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണ രാജ്യമായി ഇസ്രയേൽ മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ, പ്രത്യേകിച്ച് വ്യോമസേനയുടെ പ്രഹരശേഷി ആധുനികവൽക്കരിക്കുവാനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിടുവാനും ഈ കരാർ ലക്ഷ്യമിടുന്നു. ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇസ്രയേലിൻ്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് നിർമ്മിക്കുന്ന 1000ഓളം സ്പൈസ് 1000 ഗൈഡഡ് ബോംബുകളാണ്. സാധാരണ ബോംബുകളെ അത്യാധുനിക സ്മാർട്ട് ബോംബുകളാക്കി മാറ്റാൻ ശേഷിയുള്ളതാണ് ഈ കിറ്റുകൾ. ഇതിൻ്റെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനം ശത്രുക്കളുടെ GPS ജാമറുകളെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കാൻ സഹായിക്കും. ശത്രുക്കളുടെ പ്രതിരോധ പരിധിക്ക് പുറത്തുനിന്ന് തന്നെ പൈലറ്റുമാർക്ക് ഇവയെ തൊടുക്കുവാൻ കഴിയുമെന്നതിനാൽ അപകട സാധ്യത കുറയുകയും എന്നാൽ ആക്രമണത്തിൻ്റെ തീവ്രത വർദ്ധിക്കുകയും ചെയ്തു. ബാലാകോട്ട് വ്യോമാക്രമണം പോലെയുള്ള സന്ദർഭങ്ങളിൽ ഇന്ത്യ വിജയകരമായി ഉപയോഗിച്ച സ്പൈസ് ബോംബുകളുടെ പരിഷ്കരിച്ച പതിപ്പുകളാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത്. ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച എയർലോറ മിസൈലുകളും ഈ പാക്കേജിൻ്റെ പ്രധാന ആകർഷണമാണ്. ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന ഇവയ്ക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കുവാനും ശത്രുവിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തിൽ പതിക്കുവാനും സാധിക്കും. കൂടാതെ അതിവേഗത്തിൽ ശത്രുതാവളങ്ങളെ തകർക്കുവാൻ ശേഷിയുള്ള റാംപേജ് മിസൈലുകളും നാവിക കരയുദ്ധങ്ങളിൽ ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഐസ് ബ്രേക്കർ ക്രൂയിസ് മിസൈലുകളും ഇന്ത്യൻ സേനയുടെ ഭാഗമാകും. അതിർത്തിയിലെ തന്ത്രപരമായ കേന്ദ്രങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർക്കുവാൻ ശേഷിയുള്ളതാണ് ഈ അത്യാധുനികമായ ആയുധങ്ങൾ. മിസൈലുകൾക്കും ബോംബുകൾക്കും പുറമെ നിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഡ്രോണുകൾ, ആധുനിക റഡാറുകൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവയും ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സൈന്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുവാനും ശത്രുക്കളുടെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കുവാനും ഈ സംവിധാനങ്ങൾ ഇന്ത്യയെ സഹായിക്കും. ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ കവചം കൂടുതൽ കരുത്തുറ്റതാക്കുവാൻ ഈ ഇസ്രയേലി സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കും. ആയുധങ്ങളുടെ എണ്ണത്തേക്കാൾ അവയുടെ കൃത്യതയ്ക്കും സാങ്കേതിക മികവിനും മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയത്തിൻ്റെ ഭാഗമായാണ് ഈ വമ്പൻ കരാർ വിലയിരുത്തപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.